ബഹുമാനപ്പെട്ട ഷിനോച്ചൻ, മർത്തമറിയം വനിതാ സമാജത്തിന്റെ ന്യൂസിലൻഡ് റീജിയനിലുള്ള ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹോദരിമാരെ, എല്ലാവർക്കും സ്നേഹവന്ദനം. ഞാനിവിടെ ന്യൂസിലൻഡ് റീജിയന് വന്നിട്ട് ഏകദേശം ഒരു 6 മാസക്കാലമേ ആയിട്ടുള്ളൂ. ഇതിനോടകം തന്നെ മർത്തമറിയം വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിലുള്ള പല ഓൺലൈൻ മീറ്റിങ്ങുകളിലും പലരെയും കാണുവാനിടയായിട്ടുണ്ട്. എസ്പെഷ്യലി മുമ്പ് ബഹുമാനപ്പെട്ട പ്രദീപച്ചന്റെ നേതൃത്വത്തിലും ഇപ്പോൾ ബഹുമാനപ്പെട്ട ഷീനോച്ചന്റെ നേതൃത്വത്തിലും വളരെ ഭംഗിയായ രീതിയിൽ മർത്തമറിയം വനിതാ സമാജത്തിന്റെ ന്യൂസിലൻഡ് റീജിയനിലുള്ള പ്രവർത്തനങ്ങൾ ഭംഗിയായി പോകുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് വെൽ. എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ടൈം ഫ്രെയിമാണ് നമുക്കുള്ളത്. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ ഈ ഒരു പോർഷൻസ് കവർ ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മൾ അമവാക്കുന്ന ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഈ വർഷം നമുക്ക് ദൈവകൃപയാൽ മർത്തമറിയം വനിതാ സമാജത്തിന്റെ എക്സാം പ്രിപ്പറേഷന് വേണ്ടി നമുക്ക് 2 പുസ്തകങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ആചാര്യത എന്ന് പറയട്ടെ, ആ 2 പുസ്തകങ്ങളും സ്ത്രീകളുടെ പേരിലുള്ള പുസ്തകങ്ങളാണ്. നമ്മുടെ പരിശുദ്ധ ബൈബിളിൽ സ്ത്രീകളുടെ പേരിലുള്ള പുസ്തകങ്ങൾ വളരെ കുറവാണ്. അതിൽ രൂത്തിന്റെ പുസ്തകവും എസ്തേറിന്റെ പുസ്തകവുമാണ് നമുക്ക് ഈ വർഷം നമുക്ക് പഠന വിഷയമായിട്ട് ലഭിച്ചിരിക്കുന്നത്. അതിൽ രൂത്തിന്റെ പുസ്തകം നമ്മൾ ഏകദേശം കവർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ 4-5 ക്ലാസ്സുകളിലായിട്ട് അത് വളരെ ഭംഗിയായി കവർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ പുസ്തകമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എസ്തേറിന്റെ പുസ്തകമാണ്. നമ്മൾ ഈ 2 പുസ്തകങ്ങളെ, ഈ 2 കഥാപാത്രങ്ങളെ നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ രൂത്തിന്റെ വിശദമായിട്ട് നമ്മൾ പഠിക്കുകയുണ്ടായി. അതിൽ രൂത്തിനെ പറ്റി പരാമർശിക്കുമ്പോൾ, രൂത്ത് ഒരു മോവാബി സ്ത്രീയായിരുന്നു. ആ മോവാബി സ്ത്രീയെ ഒരു യഹൂദ പുരുഷനായ ബോവസിനെ വിവാഹം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നേരെ മറിച്ച് നമ്മൾ എസ്തേറിന്റെ പുസ്തകത്തിലോട്ട് വരുമ്പോൾ, എസ്തേർ എന്ന ഒരു യഹൂദ സ്ത്രീ ഒരു ജാതകീയ രാജാവിനെ വിവാഹം കഴിക്കുന്നതാണ് കാണുന്നത്. രണ്ടും തമ്മിലൊരു സിമിലാരിറ്റി ഉണ്ട്. ആദ്യത്തെ കേസിൽ ഒരു അന്യജാതിക്കാരിയായ ഒരു സ്ത്രീ ഒരു യഹൂദനെ വിവാഹം കഴിക്കുന്നതിലൂടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാനും അതോടൊപ്പം തന്നെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുവാൻ വേണ്ടി ഒരു വഴി തുറന്നു കൊടുക്കുകയാണ്. രണ്ടാമത്തേതായിട്ട് എസ്തേറിന്റെ പുസ്തകത്തിലോട്ട് വരുമ്പോൾ, ഒരു യഹൂദ സ്ത്രീ ഒരു ജാതീയ രാജാവിനെ വിവാഹം കഴിക്കുന്നതിലൂടെ അതിലും ഒരു പ്രയോജനം ഉണ്ടാവുകയാണ്. എസ്പെഷ്യലി ദൈവജനത്തിന്റെ ഒരു മടങ്ങി വരവിനുള്ള ഒരു വഴി തുറക്കപ്പെടുകയാണ്. ഇപ്പോൾ 2 കഥാപാത്രങ്ങളും ദൈവീയ പദ്ധതിയുടെ ഒരു ഭാഗമായിരുന്നു. പ്രത്യേകമായിട്ട് നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ടൊന്ന് പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ, പലതരത്തിലുള്ള മടങ്ങി വരവുകൾ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പ്രവാസ കാലഘട്ടത്തിൽ നിന്ന് സെരൂബാബേലിന്റെ കാലഘട്ടത്തിൽ ഒരു കൂട്ടം ജനം മടങ്ങിപ്പോയതായിട്ട് കേൾക്കുന്നുണ്ട്, വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ എസ്രയുടെ കാലഘട്ടത്തിൽ, നെഹമിയാമിന്റെ കാലഘട്ടത്തിലും, അതോടൊപ്പം തന്നെ ഇതിന്റെയൊക്കെ ഇടയിൽ, അതായത് സെരൂബാബേലിന്റെയും എസ്തേറിന്റെയും ആ ഒരു കാലഘട്ടത്തിന്റെ ഇടയ്ക്ക് ഏകദേശം 80-100 വർഷത്തിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എസ്രായിക്കും നെഹമ്യായുടെയും കാലഘട്ടത്തിലുള്ള മടങ്ങി വരവിന് എസ്തേറിന്റെ ചരിത്രം ഒരു മുഖാന്തരമാകുന്നുണ്ട്. പ്രത്യേകിച്ച് നെഹമ്യായുടെ പുസ്തകവും അതോടൊപ്പം തന്നെ എസ്തേറിന്റെ പുസ്തകത്തിന്റെയും ഒരു പശ്ചാത്തലം എന്ന് പറയുന്ന ശൂഷൻ രാജധാനിയാണ്. നമ്മൾ വ്യക്തമായിട്ട് അതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട് വരുന്ന ക്ലാസ്സുകളിൽ. പ്രത്യേകമായിട്ട് ഈ ഒരു പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യേകമായിട്ട് ഇൻട്രൊഡക്ടറി ക്ലാസ്സിൽ ബഹുമാനപ്പെട്ട ഷീനോച്ചൻ ഇതിനെപ്പറ്റി പരാമർശിച്ചിരുന്നു. ഈ ഒരു എസ്തേറിന്റെ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ പറ്റി പരാമർശിക്കുന്ന ഏക ഒരു പുസ്തകമാണ് ബൈബിളില്. പ്രത്യേകമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പേര് ആയ ഇന്ത്യ എന്ന രാജ്യപ്പേര്, അതായത് ഹിന്ദു ദേശമെന്ന് 2 സ്ഥലങ്ങളിൽ, ആദ്യത്തെ അധ്യായത്തില് 2 സ്ഥലങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. അതായത് 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില് ഹിന്ദു ദേശം മുതൽ കൂശ് വരെ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഇംഗ്ലീഷ് ബൈബിളിലോട്ട് നോക്കുമ്പോൾ അത് ഇന്ത്യ ടു എത്യോപ്യ എന്നാണ് പറയുന്നത്. അപ്പോൾ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അതിവിസ്തീർണമാർന്ന അല്ലെ വിശാലമായ ഒരു എംപയർ ഇവിടെ പരാമർശിക്കുകയാണ്. അത് നമ്മുടെ 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലും ഇതുപോലെ തന്നെ ഹിന്ദു ദേശത്തെ പറ്റിയും കൂശ് ദേശത്തെ പറ്റിയും പറയുന്നുണ്ട്. അതായത് ഇന്ത്യ ടു എത്യോപ്യ, അതായത്
അതിവിശാലമായ ബൃഹത്തായ ഒരു സാമ്രാജ്യമായിരുന്നു, അതായത് പേർഷ്യൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. ഏകദേശം ഏഷ്യയും ആഫ്രിക്കയും ഒരുപോലെ തന്നെ കവർ ചെയ്തിരുന്ന, അതായത് ഇന്ത്യ ടു എത്യോപ്യ കവർ ചെയ്തിരുന്ന ഒരു ബൃഹത്തായ ഒരു സാമ്രാജ്യമായിരുന്നു. നമ്മൾ ഈ ഒരു പുസ്തകത്തിന്റെ ഒരു പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ, ഹിസ്റ്റോറിക്കലി നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, എസ്തേറിന്റെ പുസ്തകം, അതായത് ക്രോണോളജിക്കൽ ഓർഡറിൽ വരുവാണെങ്കിൽ 17th ബുക്കാണ്, അതായത് ഓൾഡ് ടെസ്റ്റ്മെന്റിലെ 17th ബുക്കാണ്. അതായത് എസ്തേർ എന്ന് പറയുന്ന പുസ്തകം ഓൾഡ് ടെസ്റ്റ്മെന്റ് ഹിസ്റ്ററിയുടെ അവസാനമാണ്, അല്ലാതെ മലാക്കിയിലല്ല വന്ന് ഹിസ്റ്ററി അവസാനിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റിന്റെ അവസാനമാണ് നമ്മുടെ 17th ബുക്കായ എസ്തേർ എന്ന് പറയുന്നത്. അപ്പൊ ഈ 17th ബുക്ക് കഴിയുമ്പോൾ പിന്നീടുള്ളത് 5 പുസ്തകങ്ങൾ വിസ്ഡം ബുക്സ് ആണ്, വിസ്ഡം റൈറ്റിംഗ്സ് ആണ്. അതിനുശേഷമുള്ള 17 പുസ്തകങ്ങൾ പ്രൊഫസീസ് ആണ്, അതായത് മേജർ പ്രൊഫറ്റ്സിന്റെയും മൈനർ പ്രൊഫറ്റ്സിന്റെയുമായിട്ടുള്ള ബുക്സ് ആണ്. അതായത് 17+5+17 ടോട്ടൽ ഓൾഡ് ടെസ്റ്റ്മെന്റിലുള്ള 39 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഒരു പഴയ നിയമ ചരിത്രത്തിന്റെ ഒരു അവസാനമാണ്, അതായത് തോറായോ, അതായത് ആദ്യത്തെ 5 പുസ്തകങ്ങൾക്ക് ശേഷമുള്ള ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റും ചേരുന്ന ഹിസ്റ്റോറിക്കൽ ബുക്സിന്റെ അല്ലെ പഴയ നിയമത്തിന്റെ ഹിസ്റ്ററിയുടെ അവസാനമാണ് എസ്തേറിന്റെ പുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പുസ്തകത്തിന്റെ ഏറ്റവും പ്രാധാന്യം ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പുസ്തകത്തിലുടനീളം നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവം എന്ന് പറയുന്ന ഒരു പദം ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. ഇത് മുമ്പുള്ള ക്ലാസ്സുകളിലും ഷിനോച്ചിന് ഇത് പരാമർശിച്ചിട്ടുണ്ടാകും. ദൈവം എന്ന് പറയുന്ന പദം ഈ ഒരു വേദോസ്തവത്തിൽ അതായത് ഈ ഒരു ബുക്ക് നോക്കുമ്പോൾ, എസ്തേറിന്റെ ബുക്ക് നോക്കുമ്പോൾ ദൈവത്തിനെ പറ്റി എങ്ങും പരാമർശിക്കുന്നില്ല. പക്ഷെ നമ്മളൊന്ന് ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, ദൈവത്തിന്റെ വിരലുണ്ട്, അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ പ്രവർത്തനമുണ്ട്. നമ്മളിത് ഉടനീളം നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ പേരോ പരാമർശമോ ഇല്ലെങ്കിൽ പോലും ദൈവത്തിന്റെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഇന്റർവെൻഷൻ നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ ഒരു ബുക്കിൽ ദൈവത്തിന്റെ പേര് പറയുന്നില്ല എന്ന് പറയുമ്പോഴും വേദോസ്തവത്തിൽ ഒരു ബുക്കുണ്ട്, ദൈവത്തിന്റെ പേര് വെച്ച് തുടങ്ങുന്ന ഒരു ബുക്കുണ്ട്. ആർക്കെങ്കിലും അറിയാം? എബ്രായ ലേഖനമാണ് നമ്മൾ ദൈവത്തിന്റെ പേര് വെച്ച് തുടങ്ങുന്ന, അതായത് ഫസ്റ്റ് വേർഡ് തന്നെ ദൈവത്തിന്റെ പേര് വെച്ച് തുടങ്ങുന്ന ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതൊരു ചോദ്യമായിട്ട് വരാവുന്നതാണ്, എസ്തേറിന്റെ പുസ്തകത്തിൽ ദൈവത്തെ പറ്റി എങ്ങും പരാമർശിച്ചില്ല. പക്ഷെ അത് പറയുമ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം അറിയിക്കുന്ന പല വേദഭാഗം ഇതിലുണ്ട്. ദൈവത്തിനെ പറ്റി നേരിട്ട് ഡയറക്ട്ലി പരാമർശിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ ഇന്റർവെൻഷൻ അല്ലെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകാമെന്ന് നമുക്ക് തോന്നത്തക്ക രീതിയിലുള്ള പല വാക്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, അവിടെ പ്രത്യേകമായിട്ട് കരച്ചിലും വിലാപവും ഉപവാസവും നടത്തി എന്ന് പറയുന്നുണ്ട്. ചുമ്മാതെ ഉപവാസവും കരച്ചിലും പ്രാർത്ഥനയും ഉണ്ടാകത്തില്ല. ഒരു ദൈവിക ഒരു ശക്തിയോടാണല്ലോ നമ്മൾ തീർച്ചയായിട്ടും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കരയ്ക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലും ഇത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകുമെന്ന്. ഈ മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് വേറെ വ്യക്തിയൊന്നുമല്ല, മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് തന്നെ ദൈവം എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് നിന്നാണ്. അതോടൊപ്പം തന്നെ 4-ാം അധ്യായത്തിന്റെ തന്നെ 16-ാം വാക്യത്തിലുമുണ്ട് ഈ ഉപവാസത്തെ പറ്റി, 3 ദിവസം 3 രാവും പകലും എനിക്ക് വേണ്ടി ഉപവസിപ്പീനെന്ന്. അപ്പൊ 3 സ്ഥലങ്ങളിലായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകാം എന്ന് തോന്നത്തക്ക രീതിയിലുള്ള അധ്യായങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാം, പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ അധ്യായത്തിന്റെ, അതായത് നമുക്ക് ഒരുക്കിയിട്ടുള്ള ടെക്സ്റ്റിന്റെ ഹെഡിങ് തന്നെ പ്രത്യേകമായിട്ട് മനുഷ്യ പ്രവൃത്തിയിൽ വെളിപ്പെടുന്ന ദൈവകരം എന്നുള്ളതാണ്. നമ്മുടെ ടെക്സ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, മനുഷ്യ പ്രവൃത്തിയിൽ വെളിപ്പെടുന്ന ദൈവകരം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പ് വരുത്താവുന്ന കാര്യമാണ്, ദൈവത്തിന്റെ നാമോ പരാമർശമോ ഇല്ലെങ്കിൽ പോലും ദൈവത്തിന്റെ ഡിവൈൻ ഇന്റർവെൻഷൻ ത്രൂ ഔട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു ബുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. When it comes to the book of Esther, it is dealing with a captivity period. അതായത് എസ്തേറിന്റെയും നെഹമ്യാവിന്റെയും എസ്രായുടെയും ബുക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ഈ 3 പുസ്തകങ്ങളും ക്യാപ്റ്റിവിറ്റി ബുക്സ് എന്നാണ് പറയുന്നത്. അതായത് പ്രവാസകാലത്തെ പ്രവാസകാലത്തെ പരാമർശിക്കുന്ന ബുക്കുകളാണ്. അപ്പൊ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് ഇവിടെ യഹൂദന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്. അപ്പൊ നമുക്ക് കുറച്ച് ഹിസ്റ്റോറിക്കലായിട്ട് നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് പോകേണ്ട കാര്യമുണ്ട്. പ്രത്യേകമായിട്ട്
ശലോമോന്റെ കാലഘട്ടത്തിൽ, അതായത് ശലോമോന്റെ കാലഘട്ടത്തിന് ശേഷം ദൈവജനം രണ്ടായിട്ട് വിഭജിക്കുന്നുണ്ട്. അതായത് യഹൂദ എന്ന് പറയും, ഇസ്രായേൽ എന്ന് പറഞ്ഞു. അതിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഗോത്രം, അതായത് ദേശം അശൂരിന്റെ പ്രവാസത്തിലോട്ട് പോവുകയാണ്, അടിമത്തത്തിലോട്ട് പോവുകയാണ്. അറ്റ് ദ സെയിം ടൈം യഹൂദ എന്ന് പറയുന്ന വംശ ഗോത്രം ബാബിലോണിന്റെ അടിമത്തത്തിലോട്ട് പോവുകയാണ്. പിന്നെ കുറെ കാലഘട്ടത്തിന് ശേഷം ഈ രണ്ട് സ്ഥലങ്ങളും, അതായത് ബാബിലോണും അശൂരും പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ ഇത് അടിമകളായിട്ട് വരികയാണ്, അല്ലെ അവരുടെ ക്യാപ്റ്റീവ്സ് ആയിട്ട് വരികയാണ്. അപ്പോൾ ഈ പേർഷ്യൻ സാമ്രാജ്യം ഇവരെ കീഴ്പ്പെടുത്തുന്ന സമയത്ത് ഏകദേശം 70 വർഷക്കാലത്തിന് ശേഷം ഈ യഹൂദ ജനത്തിന് മടങ്ങിപ്പോവാനുള്ള ഒരു അവസരം കൊടുക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് നമ്മൾ എസ്തേറിന്റെ പുസ്തകവും എസ്രായുടെ പുസ്തകവും നെഹമ്യാവിന്റെ പുസ്തകവും എല്ലാം നോക്കുമ്പോൾ മടങ്ങി വന്നവരുടെ ചരിത്രമാണ് ഇതിലുള്ളത്. പ്രത്യേകമായിട്ടും വീണ്ടും നമ്മളൊന്ന് കീൻ ആൻഡ് ക്ലോസ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററുകളോ അല്ലെ ബുക്കുകളോ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, എസ്രായുടെ പുസ്തകം നമ്മൾ നോക്കുകയാണെങ്കിൽ മടങ്ങി വന്ന ആലയം പണിയുന്നവരുടെ ഒരു ചരിത്രമാണ് എസ്രായുടെ പുസ്തകം എന്ന് പറയുന്നത്. മടങ്ങി വന്ന് ആലയം പണിയുന്നവരുടെ ഒരു ചരിത്രം. രണ്ടാമത്തേതായിട്ട് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ വരുമ്പോൾ മടങ്ങി വന്ന് മതില് പണിയുന്നവരുടെ ഒരു ചരിത്രമാണ്. രണ്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ. മടങ്ങി വന്ന ആലയം പണിയുന്നവരാണ് എസ്രായുടെ പുസ്തകത്തില്. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ മടങ്ങി വന്ന് മതില് പണിയുന്നവരുടെ ഒരു ചരിത്രമാണ്. ഇനിയും എസ്തേറിന്റെ പുസ്തകത്തിലോട്ട് വരുമ്പോൾ മടങ്ങി വരാതിരുന്നവരുടെ ചരിത്രമാണ്. അതായത് രണ്ടു കൂട്ടര് മടങ്ങി വന്നവരുടെ ചരിത്രമാണെങ്കിൽ, എസ്തേറിന്റെ പുസ്തകത്തിലോട്ട് ചാപ്റ്ററിലോട്ട് വരുമ്പോൾ മടങ്ങി വരാതിരുന്ന ഒരു കൂട്ടം ജനത്തിന്റെ ചരിത്രമാണ്. അപ്പോൾ ഈ പുസ്തകങ്ങൾ നമ്മൾ നോക്കുമ്പോൾ മടങ്ങി വന്നവരും ഉണ്ട്, മടങ്ങി വരാതിരുന്നവരും ഉണ്ട്. അപ്പം ഈ എസ്രയുടെ പുസ്തകവും നെഹമ്യാവിന്റെ പുസ്തകം ഡീലിംഗ് വിത്ത് ദ പേഴ്സൺ ഹൂ ഗോൺ ഫ്രം ദ പേർഷ്യൻ എംപയർ, അതായത് പേർഷ്യൻ അതിനുശേഷം തന്നെ എംപയറിൽ നിന്നും മടങ്ങി വന്നവരുടെ ഒരു കൂട്ടം ജനതയെ പറ്റി പറയുന്നതാണ് എസ്രായും നെഹമ്യാവും. ദ സെയിം ടൈം എസ്തേർ എന്ന് പറയുന്ന മടങ്ങി വരാതിരുന്ന ഒരു കൂട്ടം ജനത്തിനെ പറ്റി പറയുന്ന കാര്യങ്ങളാണ്. അപ്പോ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്, എന്തുകൊണ്ട് അവര് വരാതിരുന്നു അല്ലെ മടങ്ങി വരാതിരുന്നു. നമുക്ക് പല കാര്യങ്ങൾ ചിന്തിക്കാം. അതിന് പല റീസൺസ് ഉണ്ട്. ചിലപ്പോൾ അവർക്ക് താല്പര്യമില്ലാഞ്ഞത് കൊണ്ടാകാം, ചിലപ്പോൾ അവിടുത്തെ രാജാവ് അവരെ തിരികെ വിടാതിരുന്നുകൊണ്ടാവാം, ചിലപ്പം അവരെ ഇത്രയും കാലം താങ്ങി നടത്തിയ ആ ദൈവീയ അംശത്തിൽ അല്ലെ ദൈവീയ സാന്നിധ്യത്തിൽ വിശ്വാസമില്ലാഞ്ഞത് കൊണ്ടാകും. ഇതിലെല്ലാം ഉപരിയായിട്ട് വർഷങ്ങളായിട്ട് അവരവിടെ താമസിക്കുന്നവരാണ്, അവരവിടെ സെറ്റിൽഡായി നല്ല ജീവിത സാഹചര്യത്തിൽ നിന്നിരുന്നത് കൊണ്ടാകും. ഇനിവേ എന്തിനും ഏതിനും കാരണമുണ്ട്. ഈ കാരണങ്ങൾക്കെല്ലാം ദൈവിക പദ്ധതി ഉണ്ടായിരുന്നു എന്ന്, അതിലെ ദൈവത്തിന്റെ ഒരു കരം ഉണ്ടായിരുന്നു എന്ന് സുനിശ്ചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇതിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൽ മടങ്ങി വരാൻ താല്പര്യപ്പെടാതിരുന്ന ആളുകളാണ് മടങ്ങിപ്പോയവരെക്കാളും കൂടുതൽ. അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, മടങ്ങി വരാൻ താല്പര്യമില്ലാതിരുന്ന ആളുകളാണ്, അതായത് അവിടെ തന്നെ നിലനിന്നവരാണ് മടങ്ങിപ്പോയവരെക്കാളും കൂടുതൽ. അപ്പം മടങ്ങിപ്പോയരെന്ന് പറയുന്നത് വളരെ ശേഷിപ്പ് നല്ല വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു നമ്പർ ആയിരുന്നു. അതായത് അല്ലെ റെമിനൻസ് എന്ന് പറയും, അതായത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു കൂട്ടം ജനങ്ങളായിരുന്നു. അവരെ ശേഷിപ്പെന്ന് പറയാം. നമ്മളൊന്ന് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ സെരുബാബേലിന്റെ കാലഘട്ടത്തിലും എസ്രയുടെ കാലഘട്ടത്തിലും നെഹമ്യാവിന്റെ കാലഘട്ടത്തിലും ഒരു കൂട്ടം ജനങ്ങൾ അവരുടെ സ്വന്തം സ്ഥലങ്ങളിലേക്ക് പോയവരുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയാലും ഒരു 1,00,000 താഴെയൊക്കെ അവരുടെ ജനസംഖ്യ വരുന്നുള്ളൂ. അപ്പൊ ഒരു ദേശീയ തലത്തിൽ നോക്കുമ്പം ഇവരുടെ ഒരു നമ്പർ എന്നൊക്കെ പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു നമ്പറാണ്. അതുകൊണ്ട് അവരെ റെമിനൻസ് എന്ന് വിളിക്കാം. അതിൽ ഒരുപാട് പേരും ബാക്കി വന്നവരെല്ലാം ഒരുപാട് പേരും പേർഷ്യൻ സാമ്രാജ്യത്തിൽ തന്നെ തുടർന്ന് താമസിച്ചവരാണ്. അപ്പോൾ ഈ താമസിച്ചിരുന്ന യഹൂദ ജനത്തെ ഇല്ലായ്മ ചെയ്യുവാനോ അല്ലെ കൊല്ലുവാനോ അനിഹിലേറ്റ് ചെയ്യാൻ വേണ്ടി ഹാമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്ത പദ്ധതി അതിനെ ഓവർ റൂൾ ചെയ്തെന്നാണ്. അതായത് ഹാമാൻ ഇവരെ കൊല്ലുവാൻ വേണ്ടി ഇട്ട ഒരു പദ്ധതിയുണ്ട്. അതിനെ ഓവർ റൂൾ ചെയ്യുന്നതാണ് എസ്തേർ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. അതായത് ഹാമാൻ ഇട്ട യഹൂദ ജനത്തെ കൊല്ലുവാൻ വേണ്ടി, തകർക്കുവാൻ വേണ്ടി, തുടച്ചു നീക്കുവാൻ വേണ്ടിയോ ഹാമാൻ ഇട്ട താത്താന്റെ പദ്ധതിയെ തുടച്ചു നീക്കുന്ന അല്ലെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു വിഷയമാണ് എസ്തേർ എന്ന പുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് അതിന് നമുക്ക് പറയാൻ പറ്റും, ഈ ഓവറോൾ ചെയ്തതും ദൈവത്തിന്റെ ഒരു പ്രവൃത്തി തന്നെയല്ല. അല്ലായിരുന്നെങ്കിൽ യഹൂദ ജനം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നിന്ന് തന്നെ
തുടച്ചു നീക്കപ്പെടുവായിരുന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും, എസ്തേർ എന്ന് പറയുന്ന പുസ്തകം ദ ഡീൽസ് വിത്ത് ദ പീപ്പിൾ ഹു സ്റ്റേഡ് ബാക്ക് വിത്തൗട്ട് റിട്ടേണിങ്, അതായത് പേർഷ്യൻ സാമ്രാജ്യത്തിൽ തന്നെ തുടർന്ന് ജീവിച്ചിരുന്ന ഒരു കൂട്ടം ജനതയുടെ ചരിത്രം പറയുന്ന പുസ്തകമാണ് എസ്തേർ എന്ന് പറയുന്നത്. ഇപ്പൊ പ്രത്യേകമായിട്ട് നമ്മൾ ഇതിന്റെ ഒരു പശ്ചാത്തലമൊക്കെ നമ്മളിന്ന് നോക്കുകയാണെങ്കിൽ, ഈ സംഭവം നടന്നത് ഏകദേശം BC 483 473 ഇടയിലുള്ള കാലഘട്ടത്തിലാണ്. ഈ ഒരു പശ്ചാത്തലം നടക്കുന്നത് തന്നെ ശൂഷൻ രാജധാനി, അതായത് സൂസ എന്ന് പറയും, ഇംഗ്ലീഷ് പറഞ്ഞ സൂസ എന്ന് പറയും, ശൂഷൻ രാജധാനിയാണ്. അതായത് നമ്മുടെ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റലാണ് ശൂഷൻ രാജധാനി എന്ന് പറയുന്നത്, അല്ലെ സൂസ എന്ന് പറയുന്നത്. അപ്പം വിശാലമായ ഒരു സാമ്രാജ്യമാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏകദേശം 127 സംസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ബൃഹത്തായ വിശാലമായ ഒരു സാമ്രാജ്യമാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ പോലും ഒരു നെഗ്ലിജിബിൾ ആയിട്ടുള്ള 10-30 സ്റ്റേറ്റുകൾ വരുമ്പോൾ തന്നെ എത്ര വിശാലമായ ഒരു രാജ്യമാണ് നമുക്ക് ഓർക്കാം. അതിലും എത്രത്തോളം വിശാലമായിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു ഈ പേർഷ്യൻ സാമ്രാജ്യം എന്ന് നമ്മൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം. പ്രത്യേകമായിട്ട് ഇതിന്റെ സെൻട്രൽ മെസ്സേജ് എന്ന് പറയുന്നത് ദ പ്രൊവിഡൻസ് ഓഫ് ഗോഡ്. കൃത്യമായിട്ട് ഓർക്കണ്ടേ, ഇറ്റ്സ് ദ പ്രൊവിഡൻസ് ഓഫ് ഗോഡ്. അതായത് കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പേ കാണാൻ കഴിയുന്ന ദൈവത്തിന്റെ ഒരു അദൃശ്യമായ ദീർഘദർശിയും മുൻകരുതലുമാണ്. അതായത് എന്ത് തന്റെ ജനതയ്ക്ക് സംഭവിക്കുമെന്ന് മുൻകേ കാലേ കൂട്ടി അറിയുന്ന ദൈവത്തിന്റെ മുൻകരുതലും ദീർഘദൃഷ്ടിയുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകമായിട്ട് ഇതിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാക്യമാണ് 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം എന്ന് പറയുന്നത്. ഇതിന്റെ സെൻട്രൽ പോയിന്റ് എന്ന് ഫോക്കസ് എന്ന് പറയുന്നത് അതാണ്, 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, ഈ സമയത്ത് നീ മിണ്ടാതിരുന്ന, മുമ്പ് വായിച്ചതാണ്, ഈ സമയത്ത് നീ മിണ്ടാതിരുന്ന യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത് ഇവർക്ക് എസ്തേർ എന്ന് പറയുന്ന വ്യക്തിയിൽ കൂടെ അവരുടെ ഉദ്ധാരണം നടന്നില്ലെങ്കിൽ അവിടെ ദൈവീയ പദ്ധതി വേറൊരു വ്യക്തിയിലൂടെ അത് നടത്തപ്പെടും. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്, നമുക്ക് ഏവർക്കും ഓരോ ദൗത്യങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. അത് നമ്മൾ കൂടെ നിവർത്തിക്കാതെ വന്നാൽ അത് മറ്റുള്ള മനുഷ്യർക്ക് അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തിയിലേക്ക് അത് ഏൽപ്പിക്കപ്പെടുമെന്ന് പറയുന്നത് സുനിശ്ചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ മനുഷ്യർ എന്ത് ചെയ്താലും ഗോഡ്സ് വിൽ പ്രിവെയിൽ ഫോർ എവർ. അപ്പൊ അത് വളരെ സുനിശ്ചിതമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഏത് രീതിയിൽ കൂടെ പോയാലും, പ്രത്യേകിച്ച് യഹൂദ ജനം ത്രൂ ഔട്ട് അവരുടെ പ്രവാസകാലത്തായിരുന്നപ്പോഴും അവർ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ ജീവിച്ചിരുന്നപ്പോഴും അവരെ നിയന്ത്രിച്ചതും അവരെ ഡയറക്റ്റ് ചെയ്ത് മുമ്പോട്ട് നയിച്ചതും ദൈവിക സാന്നിധ്യവും ദൈവിക പ്രവർത്തനം കൊണ്ട് ഒന്ന് മാത്രമാണ്. ഇനി ഇതിന്റെ പുസ്തകത്തെ പറ്റി നമുക്കൊന്ന് കാര്യമായിട്ട് പഠിക്കാം. പ്രത്യേകിച്ച് ഇതിന്റെ ഓതർ എന്ന് പറയുന്നത് ചരിത്രപരമായിട്ട് ഒരു അൺനോൺ ഓതർഷിപ്പ് ആണുള്ളത്. എന്നിരുന്നാലും മൊർദെഖായി ആയിരിക്കും എഴുതിയത് എന്നുള്ള ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. എന്നിരുന്നാലും ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ ഇതിന്റെ ഓതർഷിപ്പ് അൺനോൺ എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. പ്രത്യേകമായിട്ട് ഇതിൽ ദൈവിക നാമം ഇല്ല എന്ന് മുമ്പേ പറഞ്ഞു. അതായത് ദൈവത്തിന്റെ നാമം ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ വി ക്യാൻ സീ ദ ഡിവൈൻ ആൻഡ് ഇൻവിസിബിൾ ഇന്റർവെൻഷൻ ഓഫ് ഗോഡ് ത്രൂ ഔട്ട് ദ ബുക്ക് ഓഫ് എസ്തേർ. ഇനി നമുക്ക് ഈ എസ്തേറിന്റെ പുസ്തകത്തിലുള്ള പ്രധാന കഥാപാത്രങ്ങളെ പറ്റി, അതായത് ക്യാരക്ടേഴ്സിനെ പറ്റി നമുക്ക് നോക്കാം. നമ്മളൊരു ഇൻട്രൊഡക്ടറി സെക്ഷൻ ആണിത്. പ്രത്യേകമായിട്ട് ഇതിന്റെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത്, മെയിൻലി എസ്തേറും മൊർദെഖായിയുമാണ്. അവര് ബന്ധുക്കളാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൽ പ്രധാനമായിട്ട് പറയുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ, അഹശ്വേരോഷ് രാജാവും അഹശ്വേരോഷ് രാജാവിന്റെ പത്നിയായിരുന്ന വസ്തി രാജ്ഞി, പിന്നെ ഇതിലെ ഒരു വില്ലനി ക്യാരക്ടർ ആയിരിക്കുന്ന, അല്ലെ ദുഷ്ട കഥാപാത്രമായ ഹാമാനും. അഗാഗ്യ ഗോത്രക്കാരനാണ് ഹാമാൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ, ഒരു പേർഷ്യൻ സാമ്രാജ്യത്തിലെ സൈറസിന്റെ കാലഘട്ടത്തിലും ഒരു വിമോചനം ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അതായത് സെരുബാബേലിന്റെ സമയത്തും എസ്രയുടെ സമയത്തും നെഹമ്യാവിന്റെ സമയത്തും ഒരു വിമോചനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സെരുബാബേലിന്റെ കാലഘട്ടം കഴിഞ്ഞ് എസ്തേറിന്റെ പ്രവർത്തനം എല്ലാം കഴിഞ്ഞതിന് ശേഷം എസ്രായിലൂടെയും ഒരു കൂട്ടം ജനം വിമോചനം നേടുന്നുണ്ട്. നെഹമ്യാവിന്റെ കാലഘട്ടത്തിലും ഒരു കൂട്ടം ജനങ്ങൾ അവർ സ്വന്തം സ്ഥലത്തേക്ക് പോകുന്നതായിട്ടുള്ള ചരിത്രമുണ്ട്. നമ്മൾ ചേർത്ത് വായിക്കുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ക്രോണോളജിക്കലി പറയുകയാണെങ്കിൽ ഈ എസ്തേറുടെയും നെഹമ്യാവിന്റെ ഇടയ്ക്ക് വരേണ്ട ഒരു പുസ്തകമായിരുന്നു എസ്തേർ എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് രണ്ടും മടങ്ങിപ്പോയ ചരിത്രമായതുകൊണ്ടാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്.
അപ്പോൾ ഇനി ഇതിന്റെ പ്രധാന കഥാപാത്രങ്ങളെ പറ്റി ഒന്ന് പറയുകയാണ്, മൊർദെഖായും എസ്തേറും. അപ്പോൾ എസ്തേറിനെ പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകമാണിത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പ്രധാനമായിട്ടും എസ്തേർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥങ്ങൾ പറയുന്നുണ്ട്. എസ്തേർ എന്ന് പറയുന്നത് ഒരു പേർഷ്യൻ നെയിമാണ്. അതോടൊപ്പം തന്നെ എസ്തേറിന് ഹദസ എന്ന് പറയുന്ന ഒരു പേരും കൂടി ഉണ്ടായിരുന്നു. അതൊരു ഹീബ്രു നെയിമാണ്. അപ്പോൾ ഹദസ എന്ന് പറയുന്ന വാക്ക് അല്ലെ പേര് 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമുക്ക് നോക്കാം. 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഹദസ എന്ന് പറയുന്ന പേര് ഉദ്ധരിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം, അതായത് ഇംഗ്ലീഷ് നെയിം എന്ന് പറയുന്നത് ഹീബ്രു വേർഷൻ ആണ് ഹദസ എന്ന് പറയുന്നത്. അതിന്റെ ഇംഗ്ലീഷ് പേര് എന്ന് പറയുന്നത് മിർട്ടിൽ എന്ന് പറയുന്നതാണ്. മിർട്ടിൽ എന്ന് പറയുന്ന വാക്കെന്ന് പറയുന്നത് നമുക്കൊരു പാകമാകാത്ത, അല്ലെ ഈ കിളിന്ത് എന്നൊക്കെ പറയത്തില്ല, അൺമച്ചുവേർഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ്, അതായത് നമുക്ക് പാകമാകാത്ത മാങ്ങയുടെ ഇത്, അല്ലെങ്കിൽ ഒരു പിഞ്ച് അല്ലെ കുളുന്ത് അങ്ങനെയൊക്കെ പറയുന്ന ഇളപ്പമുള്ളത് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ളതാണ്. ഒരു നല്ല സുഗന്ധം പുറപ്പെടുവിക്കുന്ന ഒരു ചെടി എന്നും പറയുന്നുണ്ട്. അത് ക്രഷ് ചെയ്യുന്ന സമയത്താണ് അതിന്റെ സുഗന്ധം പുറത്തേക്ക് വരുന്നത്. എസ്തേറിനെ പറ്റി പറയുമ്പോഴും അത് ചരിത്രപരമായിട്ട് പറയുന്നത്, തന്നെ കൂടുതലായിട്ട് വെളിവാക്കിയത് പ്രയാസങ്ങളിലൂടെയും കഷ്ടതകളിലൂടെയും തന്റെ ജനത പോയ സമയത്താണ് തന്റെ യഥാർത്ഥമായിട്ടുള്ള ക്വാളിറ്റി ആ ജനതയ്ക്ക് വെളിവായെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്, ഒരു പിഞ്ച് ബാലികയായിരുന്നു. പ്രത്യേകിച്ച് എസ്തേറിനെ പറ്റി പറയേണ്ട ഒരു കാര്യം, ഒരു അനാഥയായ ഒരു ബാലികയായിരുന്നു. ചെറുപ്പത്തിലെ അപ്പനും അമ്മയും നഷ്ടപ്പെടുത്തും. പിന്നെ മൊർദെഖായി എന്ന് പറയുന്ന കസിന്റെ പരിപാലനത്തിലാണ് ഈ മകൾ വളർത്തപ്പെട്ടത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മൊർദെഖായി ചെറുപ്പം മുതലേ ഒരു ദൈവവിശ്വാസിയാണ്, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ കസിനായ എസ്തേറിനെ ആ ദൈവീയ പരിപാലനെ തന്നെയാണ് വളർത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, പാകമാകാതിരുന്ന ഒരു പിഞ്ച് ബാലികയെ ഒരിടത്ത് എത്തപ്പെടാതെ പോകാമായിരുന്നു. അവിടെ നിന്ന് ഒരു യഹൂദ ജനത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി ആ ഒരു യഹൂദ ജനത ആ പ്രവാസ കാലഘട്ടത്തിൽ പെട്ടുപോയിരുന്ന ഒരു ജനതയ്ക്ക് ഒരു ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മറഞ്ഞിരുന്ന ഒരു പ്രകാശമായിട്ട്, ഒരു നക്ഷത്രമായിട്ട് എസ്തേർ എന്ന് പറയുന്ന വ്യക്തി ഉദ്ധാരണം ചെയ്യുകയാണ്. എസ്തേർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം, പേർഷ്യൻ നെയിമിന്റെ അർത്ഥം എന്ന് പറയുന്നത് നക്ഷത്രം എന്നുള്ളതാണ്, സ്റ്റാർ എന്നാണ് പറയുന്നത്. അപ്പോ ഈ എസ്തേർ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി കുറച്ചുകൂടെ ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ മൊർദെഖായും എസ്തേറും ഒരിക്കലും അവര് പേർഷ്യൻ സാമ്രാജ്യത്തിൽ ഒരു അടിമകളായിട്ട് ജീവിച്ചിരുന്നവരല്ല. സാമാന്യം തെറ്റില്ലാത്ത രീതിയിൽ നല്ല ജീവിത സാഹചര്യമുള്ള ഒരു കുടുംബമായിരുന്നു. പ്രത്യേകമായിട്ട് ഈ കുടുംബത്തെ പറ്റി പറയുന്ന, മൊർദെഖായി രാജസന്നിധിയിൽ വാതിൽ പടിയിൽ നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ വാതിൽക്കൽ നിൽക്കാൻ പെർമിഷൻ ഉള്ള ഒന്നുകിൽ മൂപ്പന്മാർക്കും അല്ലെങ്കിൽ അധികാരികൾക്കുമാണ്. അപ്പോൾ സമൂഹത്തിൽ വലിയ തെറ്റില്ലാത്ത രീതിയിൽ ജീവിത സാഹചര്യം നയിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം ജനമായിരിക്കും. സാമ്പത്തികമായിട്ടെല്ലാം നല്ല ഉന്നമനത്തിൽ ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ്. അതുകൊണ്ടാണ് അവര് തിരിച്ചു പോകാതിരുന്നതിനും കാരണം മേ ബി. ഇനി ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ രണ്ട് വ്യക്തിത്വങ്ങളെ പറ്റി പറഞ്ഞാണ് അധ്യായം തുടങ്ങുന്നത്. ഒരിക്കലും നമ്മൾ എസ്തേറിനെ പറ്റി മൊർദെഖായെ പറ്റിയും പറഞ്ഞുകൊണ്ടല്ലേ ഇത് തുടങ്ങുന്നത്. അഹശ്വേരോശ് രാജാവിനെ പറ്റിയും വസ്തി രാജ്ഞിയെ പറ്റിയും പറഞ്ഞാണ് ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ. അപ്പൊ തുടങ്ങി അവരുടെ രാജ്യത്തിന്റെ വിസ്തൃതിയെ പറ്റി പറയുന്നുണ്ട്. ഇന്ത്യ മുതൽ എത്യോപ്യ വരെ, അതായത് ഹിന്ദു ദേശം മുതൽ കൂഷ് ദേശം വരെ വിസ്തൃതമുള്ള ഒരു രാജ്യത്തെ പറ്റി പറഞ്ഞ് ശൂഷൻ രാജധാനിയുടെ പ്ലോട്ടിൽ നടത്തപ്പെടുന്ന ഒരു പശ്ചാത്തലമാണിത്. അപ്പോൾ ഇതിന്റെ ആദ്യത്തെ അധ്യായത്തിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്, ഒരു രാജധാനിയിൽ അഹശ്വേരോശ് രാജാവ് നടത്തിയ ഒരു വിരുന്നിൽ അവിടെ കൂടിയിരുന്ന ആളുകളും രാജധാനി വന്നിരുന്ന പ്രമുഖരായ ആളുകളെല്ലാം മദ്യപിച്ചതിന് ശേഷം ആ കൂട്ടത്തിൽ അഹശ്വേരോശ് രാജാവ് തന്റെ പത്നിയായ വസ്തി രാജ്ഞിയോട് രാജവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ഈ പ്രമുഖന്മാരുടെ മധ്യത്തിൽ വന്ന് നിൽക്കുവാൻ വേണ്ടി വസ്തി രാജ്ഞിയോട് ആവശ്യപ്പെടുകയാണ്. പക്ഷെ അതിൽ നിന്ന് വ്യതിചലിച്ച് ഇതിന് വശമതയാകാതെ വസ്തി രാജ്ഞി അതിന്റെ ആ ഉത്തരവിൽ നിന്ന് പിൻവലിയുകയാണ്. അതിൽ പരിഹാസിതനായ അഹശ്വേരോശ് രാജാവ് ഉടനെ തന്നെ വസ്തി രാജ്ഞിയോട് കോപിഷ്ഠനാവുകയും രാജ്യത്ത് നിന്നും, അല്ലെ രാജസന്നിധിയിൽ നിന്നും, രാജ്ഞി സ്ഥാനത്ത് നിന്നും വസ്തി രാജ്ഞിയെ പുറത്താക്കുന്നതാണ് ആദ്യത്തെ അധ്യായത്തിന്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് തന്നെ. പിന്നെ അടുത്തതായിട്ട്
തന്റെ രാജ്ഞി സ്ഥാനത്തേക്ക് പുതിയൊരാളെ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ശൂഷൻ രാജ്യത്തുള്ള പല കന്യകുമാരും രാജസന്നിധിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പശ്ചാത്തലമാണ്. ആ ഒരു സാഹചര്യത്തിൽ മൊർദെഖായി തന്റെ കസിനായ എസ്തേറിനെയും ആ ഒരു രാജ്ഞിയാവാൻ വേണ്ടിയുള്ള അവസരത്തിനായിട്ട് എസ്തേറിനെയും രാജസന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ്. ആ കൊണ്ടുവരുന്ന സമയത്തും താൻ ഒരു യഹൂദ സ്ത്രീയാണെന്നുള്ള ഒരു ഐഡന്റിറ്റി അവിടുന്ന് മറച്ചുകൊണ്ടാണ് പ്രത്യേകമായിട്ട് എസ്തേർ അതിലെ ഹദസ ശൂഷൻ രാജധാനിയിലോട്ട് ചെല്ലുന്നത്. പല കന്യകുമാരും വന്ന് നിൽക്കുമ്പോൾ പ്രത്യേകമായിട്ട് അഹശ്വേരോഷ് രാജാവ് എസ്തേറിന്റെ സൗന്ദര്യമൊക്കെ കണ്ടിട്ട് തന്റെ രാജകിരീടം എസ്തേറിന്റെ സ്ഥിരത്തിൽ വെച്ച് എസ്തേറിനെ ആ രാജസന്നിധിയുടെ രാജ്ഞിയാക്കി മാറ്റുകയാണ്. അപ്പോൾ അത് ഒരു പാർട്ട് അവിടെ തീരുകയാണ്. അതിനുശേഷമാണ് ഹാമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഉയർച്ച എന്ന് പറയുന്നത്. ഹാമാൻ എന്ന് പറയുന്ന വ്യക്തിയെ അധികാരത്തിന്റെ ഏറ്റവും ഉന്നത ശ്രേണിയിലോട്ട് അഹശ്വേരോഷ് രാജാവ് ഉയർത്തുകയാണ്. അതായത് തന്റെ രാജസന്നിധിയിലുള്ള പ്രമുഖന്മാരായ എല്ലാ വ്യക്തിത്വങ്ങളെക്കാളും മുകളിലുള്ള പടിയിലേക്ക് ഹാമാൻ എന്ന വ്യക്തിയെ ഉയർത്തുകയാണ്. അതിനുശേഷം അവിടെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. രാജസന്നിധിയിലുള്ള എല്ലാ പരിവാരങ്ങളും ഹാമാൻ എന്ന് പറയുന്ന വ്യക്തിയെ വണങ്ങണമെന്ന് പറഞ്ഞ് ഒരു ഉത്തരവും കൂടെ പുറപ്പെടുവിക്കുകയാണ്. അതിന് പ്രകാരം ആ ഉത്തരവിന് ശേഷം ആ രാജസന്നിധിയിലുള്ള എല്ലാ പരിവാരങ്ങളും ഹാമാൻ എന്ന് പറയുന്ന വ്യക്തിയെ കാണുമ്പോഴെല്ലാം വണങ്ങാറുണ്ട്. പക്ഷെ ഒരു മനുഷ്യനൊരു ബാക്കി എല്ലാവരും വണങ്ങുമായിരുന്നു. ആ വണങ്ങാതിരുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് മൊർദെഖായി ആയിരുന്നു. അപ്പൊ പലവട്ടം ഇത് ആവർത്തിച്ചതിന് ശേഷം ഹാമാന്റെ പരിവാരങ്ങള് ഈ വാർത്ത ഹാമാനെ അറിയിക്കുകയാണ്. അപ്പോൾ ഹാമാൻ ഇതിൽ അസ്വസ്ഥനാവുകയും പ്രത്യേകമായിട്ട് മൊർദെഖായിയുടെ വേറെ ബോട്ട്സ് തിരക്കുകയും ചെയ്തു. അപ്പോൾ മൊർദെഖായി എന്ന് പറയുന്ന വ്യക്തി ഒരു യഹൂദനാണെന്ന് മനസ്സിലാക്കുകയും അപ്പോൾ യഹൂദ കുലത്തോടല്ല യഹൂദരോട് മൊത്തത്തിൽ ഒരു ദേഷ്യത്തിന് ഇതൊരു കാരണമായി തീരുകയും ചെയ്യുകയാണ്. പ്രത്യേകം നമ്മൾ ഓർക്കേണ്ട കാര്യം ഈ മൊർദെഖായി ചെയ്ത ഈ ഒരു പ്രവൃത്തി കൊണ്ട് മാത്രമല്ല ഹാമാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് യഹൂദരോടൊരു പ്രയാസവും ദേഷ്യമോ തോന്നാനുള്ള കാരണം എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ശൗൽ രാജാവിന്റെ കാലത്ത് അമാലേക്കരെ മൊത്തം കൊന്നൊടുക്കണമെന്ന് അല്ലെ ഇല്ലായ്മ ചെയ്യണമെന്ന് ദൈവത്തിന്റെ ഒരു കൽപ്പന ഉണ്ടായിരുന്നു. അതിന് പ്രകാരം അവരെ ഇല്ലായ്മ ചെയ്യുന്ന കൂട്ടത്തിൽ ശൗൽ രാജാവ് കുറച്ചു പേരെ അവിടുന്ന് വിട്ടുകൊടുക്കുകയാണ്, അല്ലെ അവരെ സ്പെയർ ചെയ്യുകയാണ്. അപ്പോൾ തന്റെ ഹാമാനെ സംബന്ധിച്ചിടത്തോളം തന്റെ കുലം മൊത്തം ഇല്ലാതാക്കിയ ഒരു കൂട്ടം ജനതയാണ് യഹൂദ ജനത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ കൂട്ടത്തിൽ ആ ഒരു ദേഷ്യം മനസ്സിൽ നിൽക്കെ മൊർദെഖായി കൂടി പ്രവൃത്തി ചെയ്തപ്പോൾ ഹാമാൻ തന്റെ രാജസന്നിധി ചെന്ന് അഹശ്വേരോഷ് രാജാവിന്റെ അടുക്കൽ ചെന്ന് ഈ ജാതികളുടെ ജീവിത ശൈലികളും എല്ലാം നമ്മുടെ ജാതികളുമായിട്ട് ഒത്തുപോകുന്നതല്ല, അതുകൊണ്ട് തന്നെ ഇവരെ ഇല്ലായ്മ ചെയ്യണം. ഈ 127 സംസ്ഥാനങ്ങളിലുള്ള യഹൂദ ജനങ്ങളുടെ മൊത്തം ഉന്മൂലന നാശം ചെയ്യണം എന്നുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ വേണ്ടി അഹശ്വേരോഷ് രാജാവിന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അഹശ്വേരോഷ് രാജാവ് പറയാണ് അങ്ങനെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മുദ്രമോതിരവും കൂടെ ഹാമാന് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഈ ഒരു ചാപ്റ്റർ അല്ലെ ഈ ബുക്കിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പേരാണ് പൂരീം എന്ന് പറയുന്നത്. പൂരീം ഉത്സവം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പൊ പൂരീം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നറുക്ക് എന്ന് പറയുന്നതാണ്. ലോട്ട്, നമ്മൾ ലോട്ട് ഇടുക എന്ന് പറയത്തില്ലേ. അപ്പം ഈ ഒരു ഉത്തരവ് ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഹാമാൻ എന്ന് പറയുന്ന വ്യക്തി യഹൂദ ജനത്തെ എന്ന് കൊന്നെടുക്കണം എന്നുള്ള ഒരു ഡേറ്റ് തിരഞ്ഞെടുക്കുവാൻ വേണ്ടി അവര് പൂരീം ലോട്ടിട്ടപ്പോൾ അവർക്ക് ലഭിച്ച ഒരു ദിവസമാണ് ആധാർ മാസത്തിലെ 13-ാം തീയതി എന്ന് പറയുന്നത്. അപ്പം ആധാർ മാസത്തിലെ 13-ാം തീയതി യഹൂദ ജനതയെ മൊത്തം കൊല്ലുവാനുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. രാജാവിന്റെ മുദ്രമോതിരവും അതിന്റെ മുദ്ര കുത്തിയ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. ഇത് കേട്ടതിന്റെ ഈ ഒരു ഉത്തരവ് കേട്ടതിന്റെ പശ്ചാത്തലത്തിൽ മൊർദെഖായി എന്ന് പറയുന്ന വ്യക്തി തന്റെ വസ്ത്രം കീറി രട്ടെടുത്ത് വെണ്ണീർ വാരിയിട്ട് പട്ടണത്തിൽ നിലവിളിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതായത് ഈ ഒരു തന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ജാതികീയമായിട്ടുള്ള തന്റെ ജനം എന്ന് പറയുന്ന ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് എസ്തേറിനും അതോടൊപ്പം തന്നെ മൊർദെഖായിക്കും വളരെ തീഷ്ണതയുള്ളവരായിരുന്നു. അവരുടെ ദൈവജനം അല്ലെ യഹൂദ ജനം എന്ന് പറയുന്ന സ്പിരിറ്റ്. അതുകൊണ്ട് തന്നെ മൊർദെഖായി തന്റെ ബന്ധുവായ എസ്തേറിന് രാജസന്നിധിയിലേക്ക് ഒരു സന്ദേശം അയക്കുകയാണ്. അപ്പോ എസ്തേറിനോട് പറയുകയാണ് ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്, തന്റെ ജനമാണ്. അപ്പോൾ രാജ്ഞി എന്നുള്ള ഒരു സ്ഥാനം വെച്ച് ഇത് രാജാവിനോട് ഇത് അഭ്യർത്ഥിച്ച് ഈ ഒരു ഉത്തരവ്
ക്യാൻസൽ ചെയ്യാനുള്ള അല്ലെ ഉപേക്ഷിക്കുവാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് എസ്തർ രാജ്ഞിയോട് സന്ദേശത്തിൽ കൂടെ ആരായുകയാണ്. ഇപ്പൊ തിരിച്ച് വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് എസ്തർ അതിന് മറുപടി എഴുതുന്നത്. പ്രത്യേകമായിട്ട് എസ്തർ രാജ്ഞി പറയുന്നൊരു കാര്യമുണ്ട്. രാജസന്നിധിയിൽ രാജാവിന്റെ പ്രാകാരത്തിൽ രാജാവ് ക്ഷണിക്കാതെ ഒരു കാരണവശാലും ഒരു വ്യക്തിക്കും കയറി ചെല്ലുവാൻ പറ്റുകയില്ല. രാജാവ് ആരെങ്കിലും വിട്ട് ക്ഷണിക്കുകയോ അല്ലെ രാജാവ് നേരിട്ടോ ക്ഷണിക്കാതെ ഒരു മനുഷ്യർക്കും കയറി ചെല്ലാൻ സാധിക്കുകയില്ല. അഥവാ കയറി ചെന്നാലും രാജാവിന്റെ പൊൻചെങ്കോൽ നീട്ടി അവരെ അനുഗ്രഹിക്കുകയോ അല്ലെ ആ വ്യക്തിക്ക് നേരെ നീട്ടിയില്ലെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയെ കൊല്ലണം എന്നുള്ളതാണ് അവിടുത്തെ രാജനീതി അല്ലെ രാജകൽപ്പന എന്ന് പറയുന്നത്. അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എസ്തേർ പറയുകയാണ്, കഴിഞ്ഞ ഒരു മാസമായിട്ട് പോലും എന്നെ ആ രാജസന്നിധിയിലോട്ട് ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പം ക്ഷണിക്കപ്പെടാതെ ഞാൻ അവിടേക്ക് പോവുകയാണെങ്കിൽ എന്റെ ജീവിതം പോലും മരണപ്പെടാൻ അല്ല ജീവന് പോലും ഹാനി വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് എസ്തേർ രാജ്ഞി തിരികെ ഒരു സന്ദേശം മൊർദെഖായിക്ക് അയക്കുകയാണ്. അതിന്റെ പുറകാലെ മൊർദെഖായി വീണ്ടും ഒരു സന്ദേശം എസ്തേർ രാജ്ഞിക്ക് അയക്കുന്നു. അതാണ് ഈ ഒരു പുസ്തകത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാക്യം എന്ന് പറയുന്നത്. 4-ാം അധ്യായം 14-ാം വാക്യം. രണ്ടൂന്ന് വട്ടം സ്ട്രെസ് ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ്. 4-ാം അധ്യായം 14-ാം വാക്യം. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. ഇനി അടുത്തതായിട്ട്, എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്, ആർക്കറിയാം. അപ്പോൾ വളരെ രൂക്ഷമായ രീതിയിൽ മൊർദെഖായി എസ്തേർ രാജ്ഞിയോട് പറയുകയാണ്, യഹൂദ ജനത്തിന്റെ ഉദ്ധാരണത്തിനും വീണ്ടെടുപ്പിനും വേണ്ടിയാണ് നീ രാജസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ നീ ഇവിടെ നിന്നും മിണ്ടാതിരുന്നാൽ ഈ ജനതയുടെ ഉദ്ധാരണം ദൈവം ആരിൽ കൂടിയെങ്കിലും നടത്തപ്പെടും. പക്ഷെ ഇതിന്റെ ബാക്കി പത്രമായിട്ട് നീയും നിന്റെ പിതൃഭവനവും ഇവിടുന്ന് ഉന്മൂലന നാശം ചെയ്യപ്പെടും എന്ന് തീർത്ത് മൊർദെഖായി എസ്തേറിനോട് സന്ദേശത്തിൽ കൂടെ അയക്കുകയാണ്. വീണ്ടും എസ്തേർ രാജ്ഞി സങ്കടപ്പെട്ടുകൊണ്ട് അതിന് മറുപടിയായിട്ടൊരു സന്ദേശം അയക്കുകയാണ്. 3 രാവും 3 പകലും എനിക്ക് വേണ്ടി ഈ രാജസന്നിധിയിലുള്ള ശൂഷൻ രാജസന്നിധിയിലുള്ള എല്ലാ യഹൂദ മക്കളും എനിക്ക് വേണ്ടി ഉപവസിക്കണം എന്ന് പറഞ്ഞിട്ട് സന്ദേശം അയക്കുകയാണ്. ആ 3 ദിവസത്തിന് ശേഷം എനിക്ക് ഇതിന്റെ പേരിൽ മരിക്കേണ്ടി വന്നാലും ഞാൻ രാജസന്നിധിയിലേക്ക് പോകുമെന്ന് പറഞ്ഞ് മൊർദെഖായിക്ക് ഒരു സന്ദേശം അയക്കുന്നു. അതിനുശേഷം 3 രാവും 3 പകലും ആ ദേശത്തുള്ള എല്ലാ യഹൂദ മക്കളും എസ്തേറിനോടൊപ്പം തന്നെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം രാജവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് എസ്തേർ രാജ്ഞി രാജസന്നിധിയിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ക്ഷണിക്കപ്പെടാനാണ് കയറി ചെന്നത്. രാജസന്നിധിയിലിരുന്ന പ്രമുഖന്മാരായ അവിടെ ഇരിക്കുന്ന വ്യക്തികളൊക്കെ ഇത് കണ്ട് ആശ്ചര്യപ്പെട്ടു. ഇനിയും വരാൻ പോകുന്ന പ്രത്യാഘാതം എന്താകാം എന്ന് ആരാഞ്ഞുകൊണ്ടിരുന്ന ഒരു കൂട്ടം ജനതയാണ്. അപ്പോൾ എസ്തേർ രാജ്ഞിയിൽ കൃപ തോന്നിയിട്ട് അഹശ്വേരോശ് രാജാവ് എസ്തേർ രാജ്ഞിയുടെ നേർക്ക് പൊൻചെങ്കോല് നീട്ടിക്കൊണ്ട് എസ്തേർ രാജ്ഞിയോട് ചോദിക്കുവാണ്, നിനക്ക് എന്താണ് വേണ്ടത്? എന്ത് ചോദിച്ചാലും നൽകാം, ഈ രാജ്യത്തിന്റെ പകുതി വേണമെങ്കിലും ഞാൻ നൽകാം എന്നുള്ള ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്. അപ്പോൾ വളരെ അവസരോചിതമായിട്ട് ഒരു ഒട്ടും തിടുക്കം കാട്ടാതെ എസ്തേർ രാജ്ഞി പറയുകയാണ്, ഞാന് രാജാവിന് വേണ്ടി ഒരു ഹാമാന് വേണ്ടി ഒരു വിരുന്നൊരുക്കിയിട്ടുണ്ട്. ആ വിരുന്നിന് ക്ഷണിക്കുവാൻ വേണ്ടിയാണ് ഇവിടേക്ക് കടന്നു വന്നതെന്ന് പറയുകയാണ്. അപ്പോൾ അന്നൊരു വിരുന്നൊരുക്കി. അന്ന് ആ വിരുന്നില് രാജാവിനെയും ഹാമാനെയും ക്ഷണിച്ചു. അവർ വന്ന് വിരുന്നിരുന്നപ്പോൾ വീണ്ടും രാജാവ് എസ്തേറിനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്താവശ്യമാണ് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്തും എസ്തേർ രാജ്ഞി ഒന്നും വിട്ടു പറഞ്ഞില്ല. വീണ്ടും പറഞ്ഞു, നാളെ ഒരു ദിവസത്തേക്കും കൂടെ ഞാനൊരു വിരുന്നൊരുക്കുന്നുണ്ട്, അന്നും രാജാവും ഹാമാനും വന്ന് ഇതിൽ സംബന്ധിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ഹാമാനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്. ഈ രാജ്യത്ത് ആരെയും വിളിക്കാഞ്ഞ് ഒരു വിരുന്നിൽ എന്നെ മാത്രമേ വിളിച്ചുള്ളൂ എന്നുള്ളൊരു സന്തോഷത്തോടെ ഇറങ്ങി പോകുമ്പോഴാണ് വീണ്ടും മൊർദെഖായി ഹാമാനെ വണങ്ങാതെ നിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നത്. അപ്പോൾ ഇത് കണ്ട് ദേഷ്യത്തിലിരുന്ന ഹാമാന്റെ അടുക്ക് ഹാമാന്റെ പരിവാരങ്ങൾ ചെന്ന് പറയുകയാണ്, ഇതിങ്ങനെ പോയാൽ ശരിയാവുകയില്ല, ഉടനെ തന്നെ മൊർദെഖായിയെ വകവരുത്തണം. അതിനുവേണ്ടി നിന്റെ വീടിന്റെ മുറ്റത്ത് ഒരു 50 മുഴം നീളമുള്ള ഒരു കഴുമരം പണിയണം. എന്നിട്ട് നാളെ രാവിലെ മൊർദെഖായിയെ കൊല്ലുവാൻ വേണ്ടിയുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതിന് ശേഷം കഴുമരത്തിൽ മൊർദെഖായിയെ തൂക്കിലേറ്റിയതിനു ശേഷം വൈകിട്ട് വളരെ സമാധാനത്തോടെ പോയി സന്തോഷത്തോടെ
നിനക്ക് വിരുന്ന് കഴിക്കാം എന്ന് പറഞ്ഞ് ഹാമാനെ സന്തോഷത്തോടെ വിടുകയാണ്. അന്ന് രാത്രി ഹാമാൻ വളരെ സന്തോഷത്തോടെ പോയി കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് അന്നത്തെ രാത്രിയിൽ അഹശ്വേരോഷ് രാജാവിന് ഒട്ടും ഉറങ്ങാൻ സാധിച്ചില്ല. ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഹാമാൻ വളരെ സുഖമായിട്ട് കിടന്നുറങ്ങി, പക്ഷെ അഹശ്വേരോഷ് രാജാവിന് കിടന്നുറങ്ങാൻ സാധിച്ചില്ല. അപ്പോൾ ആ സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്ന ദിനവൃത്താന്ത പുസ്തകങ്ങൾ എടുത്ത് വായിക്കുകയാണ്. ആ വായിക്കുന്ന സമയത്ത് ഒരു നാളിൽ തന്റെ ജീവന് ഹാനി വരുത്താൻ വേണ്ടി പരിചാരകരായിട്ട് നിന്ന രണ്ടുപേരെ അതിന് ശ്രമിക്കുമ്പോൾ ആ വിവരം എസ്തേർ രാജ്ഞി വഴി അഹശ്വേരോഷ് രാജാവിനെ അറിയിച്ച് ആ ഒരു കോൺസ്പിറസിയിൽ നിന്ന് രക്ഷിച്ചത് മൊർദെഖായി ആണെന്നുള്ള വിവരം അറിഞ്ഞു. പക്ഷെ ആ മൊർദെഖായിക്ക് തക്കതായിട്ടുള്ള ഒരു പ്രതിഫലം നൽകിയില്ല എന്നുള്ള ഒരു വിവരം രാജാവ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ രാജാവ് ഹാമാനെ വിളിക്കുകയാണ്. എനിക്കൊരു വ്യക്തിയെ വിളിച്ച് ആദരിക്കണം, അതിനെ ഏത് രീതിയിൽ ആദരിക്കണമെന്ന് നീ മറുപടി പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹാമാൻ പറയുകയാണ്, ഹാമാൻ ചിന്തിച്ചത് ഈ രാജ്യത്ത് എന്നെ ആദരിക്കാനല്ലാതെ വേറെ ആരെയാണ് ആദരിക്കാനുള്ളത്. അപ്പോൾ ഹാമാൻ വളരെ സന്തോഷത്തോടെ പറയുകയാണ്, രാജാവിന്റെ വസ്ത്രങ്ങൾ അണിയിച്ച് രാജാവിന്റെ കിരീടവും ധരിപ്പിച്ച് രാജകീയ കിരീടവും ധരിപ്പിച്ച് കുതിരപ്പുറത്തുകൂടി കുതിരപ്പുറത്ത് എറിച്ച് പട്ടണത്തിൽ കൂടെ നടത്തണം, അല്ലെ കുതിരപ്പുറത്ത് പോകണം എന്നുള്ള ഒരു ആദരവാണ് ആ വ്യക്തി അർഹിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഹാമാൻ ഇത് പറഞ്ഞതിന്റെ പുറകാലെ അഹശ്വേരോഷ് രാജാവ് പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഇത് നിവർത്തിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഹാമാൻ ചിന്തിക്കുകയാണ്, എനിക്ക് തന്നെ ആദരവ് തരണമെങ്കിൽ എന്നോട് തന്നെ എന്തിനാണ് ഇത് പറയുന്നതെന്ന് ചിന്തിച്ച സമയത്താണ് ഹാമാനോട് രാജാവ് പറയുകയാണ്, പടിവാതിൽക്കൽ നിൽക്കുന്ന മൊർദെഖായി ആണ് ആ വ്യക്തി, ആ മൊർദെഖായിക്ക് ഈ ആദരവുകളെല്ലാം ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നു. അപ്പൊ ഈ ആദരവുകളൊക്കെ ചെയ്തു കൊടുത്തതിന് ശേഷം ഏത് മാനസികാവസ്ഥയിൽ കൂടാണ് ഹാമാൻ എന്ന് പറയുന്ന വ്യക്തി പോയെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ വളരെ സങ്കടത്തോടു കൂടിയാണ് ഹാമാൻ തന്റെ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ തന്റെ ഭാര്യ പറയുകയാണ്, ദൈവജനത്തിനെതിരെയാണ് നീ പ്രവർത്തിക്കുന്നതെങ്കിൽ നിനക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയില്ലെന്ന് തന്റെ ഭാര്യ ഹാമാനോട് പറഞ്ഞു മനസ്സിലാക്കുകയാണ്. ഉടനെ തന്നെ രാജാവ് തന്റെ ഭൃത്യനായ ഒരു ഷണ്ഡനെ വിട്ട് ഹാമാനെ വിളിപ്പിക്കുകയാണ്, വിരുന്നിന് വേണ്ടി വിളിപ്പിക്കുകയാണ്. ആ വിരുന്നിന് വിളിച്ച സമയത്ത് വീണ്ടും രാജാവ് എസ്തേർ രാജ്ഞിയോട് ചോദിക്കുകയാണ്, നിനക്ക് എന്ത് വാഗ്ദാനമാണ് വേണ്ടത്, നിനക്ക് എന്ത് ആവശ്യമാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഇതിന്റെ നമ്മൾ വായിക്കേണ്ടതായ ഒരു കാര്യമാണ് 7-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. അതിന് എസ്തേർ രാജ്ഞി പറഞ്ഞത്, രാജാവെ, എന്നോട് കൃപയുണ്ടെങ്കിൽ, രാജാവിന് തിരുവുള്ളമുണ്ടെങ്കിൽ എന്റെ അപേക്ഷ കേട്ട് എന്റെ ജീവനെയും എന്റെ ആഗ്രഹമോർത്ത് എന്റെ ജനത്തെയും എനിക്ക് നൽകണമേ. ഞങ്ങളെ നശിപ്പിച്ച് കൊന്നു മുടിക്കേണ്ടതിന് എന്നെ എന്റെ ജനത്തെയും വിറ്റ് കളഞ്ഞിരിക്കുന്നുവല്ലോ. അപ്പോൾ തന്റെ ജനത്തിന് വേണ്ടി എസ്തേർ രാജ്ഞി അഹശ്വേരോഷ് രാജാവിനോട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ കോപാകുലനായ അഹശ്വേരോഷ് രാജാവ് എസ്തേറിനോട് ചോദിക്കുകയാണ്, ആ വ്യക്തി ആരാ തന്റെ ജനതയെ വിറ്റ് കളഞ്ഞ എന്ന് ചോദിക്കുമ്പോൾ എസ്തേർ രാജ്ഞി പറയുകയാണ്, ഈ വിരുന്നിലിരിക്കുന്ന ഹാമാനാണ് ആ വ്യക്തി എന്ന് പറയുന്നു. അപ്പോൾ വളരെ കോപാലനായി ആ വിരുന്നിൽ നിന്ന് അഹശ്വേരോഷ് രാജാവ് തന്റെ ഉദ്യാനത്തിലേക്ക് ഇറങ്ങി പോകുന്നതാണ് കാണുന്നത്. ഈ തനിക്കെതിരായിട്ട് ഇനി ഒരു പ്രവർത്തനം ഉണ്ടാകുമെന്ന് കരുതി ഹാമാൻ വേഗം തന്നെ എസ്തേർ രാജ്ഞിയുടെ അടുക്കൽ ചെന്ന് അപേക്ഷിക്കുകയാണ്. ഈ ഉദ്യാനത്തിൽ നിന്ന് രാജാവ് തിരികെ എസ്തേറിന്റെ അടുത്തേക്ക് വന്നപ്പോൾ കാണുന്ന കാഴ്ച എസ്തേർ രാജ്ഞിയുടെ മെത്തയുടെ സൈഡിൽ ഹാമാൻ കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഉടനെ തന്നെ അഹശ്വേരോഷ് രാജാവ് ഹാമാനോട് ചോദിക്കുകയാണ്, എന്റെ അരമനയിൽ വെച്ച് എന്റെ രാജ്ഞിയെ ബലാത്കാരം ചെയ്യാൻ നീ ആയോ എന്ന് ചോദിച്ച് ആക്രോശിക്കുന്ന ശബ്ദം കേട്ട ഉടനെ അവിടെ നിന്ന ഒരു വ്യക്തി വന്ന് ഹാമാന്റെ തലയിൽ കൂടി ഒരു തുണി ചുറ്റി അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് അഹശ്വേരോഷ് രാജാവിന്റെ ഒരു പരിവാരത്തിലുള്ള ഒരു ഷണ്ഡൻ പറയുകയാണ്, മൊർദെഖായെ കൊല്ലുവാൻ വേണ്ടി ഒരു കഴുമരം 50 മുഴം നീളമുള്ള ഒരു കഴുമരം അവന്റെ വീടിന്റെ മുറ്റത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ അവനെ തൂക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ രാജാവ് ആ ഉത്തരവ് കൊടുക്കുകയാണ്. അങ്ങനെ മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ ഒരുക്കിയ ആ കഴുമരത്തിൽ ഹാമാൻ തന്നെ തൂക്കിലേറ്റപ്പെടുന്ന അല്ലെ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. വീണ്ടും എസ്തേർ രാജ്ഞി രാജാവിനോട് അപേക്ഷിക്കുകയാണ്, യഹൂദ ജനത്തെ കൊല്ലുവാൻ വേണ്ടി പുറപ്പെടുവിച്ച ഉത്തരവ് അത് പിൻവലിക്കണമെന്ന് പറഞ്ഞപ്പോൾ അഹശ്വേരോഷ് രാജാവ് പറയാണ്, രാജമുദ്ര അല്ലെ രാജമോതിരത്തിന്റെ മുദ്ര കുത്തപ്പെട്ട ഒരു ഉത്തരവാണ്, അതൊരിക്കലും രാജാവിന് പോലും അത് പിൻവലിക്കാൻ സാധിക്കുകയില്ല. അതിന് പകരമായിട്ട് യഹൂദ ജനത്തെ ഉപദ്രവിക്കാൻ വരുന്ന ജനതയോട്
എതിർത്ത് നിൽക്കുവാൻ വേണ്ടി, അല്ലെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അനുവാദം യഹൂദ ജനത്തിന് കൊടുത്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. അതായത് അവരെ ഉപദ്രവിക്കാൻ വരുന്നവരെല്ലാം എതിർത്ത് നിന്ന് തോൽപ്പിച്ചോളൂ എന്ന് പറയുന്ന ഉത്തരവ് 127 സംസ്ഥാനങ്ങളിലേക്കും പുറപ്പെടുവിക്കുകയാണ്. അതിൻ പ്രകാരം യഹൂദ ജനം അവരുടെ മേൽ വിജയം പ്രാപിക്കുകയും അതിന്റെ ഓർമ്മയുടെ ഭാഗമായി അവര് ആധാർ മാസം 13-ാം തീയതി ഈ പൂരീം എന്ന് പറയുന്ന ഉത്സവങ്ങൾ അവര് കൊണ്ടാടാറുണ്ട്. ഇതിന്റെ അവസാനമായിട്ട് മൊർദെഖായിയെ ഒരു ഉന്നത പദവിയിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവം നമുക്ക് ഉന്നത പോസ്റ്റിലേക്ക്, അതായത് പ്രൈം മിനിസ്റ്റർ എന്നൊരു പോസ്റ്റിലേക്ക്, അതായത് രാജ്യത്തിന്റെ ഏറ്റവും 2ാമത്തെ സ്ഥാനത്തിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു സംഗതി കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള എസ്തേർ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. നമുക്കൊന്ന് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം, ഒരു 5 മിനിറ്റ് കൂടെ ഉള്ളൂ. പ്രത്യേകമായിട്ട് നമുക്ക് കാര്യമായി പൊതുവായി ഈ ഒരു പുസ്തകത്തെ പറ്റി ഒന്ന് നോക്കുമ്പോൾ ഇതിനെ ഒന്ന് വിഭജിച്ചെടുക്കാം. ഇതിന് പ്രധാനമായിട്ടും 10 അധ്യായങ്ങളാണുള്ളത്. നമുക്കറിയാവുന്ന വളരെ ചെറിയൊരു പുസ്തകമാണ്. 10 അധ്യായങ്ങളാണുള്ളത്. ഇതിനെ 2 വിഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. 1 to 5-ഉം 6 to 10-ഉം. അതിൽ ചാപ്റ്റർ 1 to 5 ഡീൽസ് വിത്ത് ദ ആന്റി-സെമിറ്റിക് ക്രൈസിസ്. അതായത് യഹൂദന്മാർ നേരിട്ട പ്രതിസന്ധിയാണ് ഇതിന്റെ ഇതിവൃത്താന്തം എന്ന് പറയുന്നത്. അതായത് യഹൂദന്മാര് പേർഷ്യൻ രാജസന്നിധിയിൽ നേരിട്ടുകൊണ്ടിരുന്ന പ്രതിസന്ധികളാണ് 1 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ പറയുന്നത്. അതിനെ തുടർന്നുള്ള ചാപ്റ്റർ 6 to 10, അതായത് 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ദ പ്രൊവിഡൻഷ്യൽ ഓവർ റൂളിംഗ് ഓഫ് ദ ക്രൈസിസ്, അതായത് അവര് നേരിട്ടുകൊണ്ടിരുന്ന പ്രതിസന്ധികളെ ഓവർറൂൾ ചെയ്യാൻ, അല്ലെ ഓവർകം ചെയ്യാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് 6 മുതൽ 10 വരെയുള്ള പ്രത്യേകമായിട്ടുള്ള വിഭാഗം എന്ന് പറയുന്നത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഈ ഒരു അധ്യായങ്ങളെല്ലാം ഒന്ന് സ്പെസിഫൈ ചെയ്തെന്ന് പറയാം. ചാപ്റ്റർ 1 എന്ന് പറയുന്നത്, 1-ാം അധ്യായം എന്ന് പറയുന്നത് 2 വ്യക്തികളെ ചുറ്റിപ്പറ്റിയ ഒരു ചാപ്റ്ററാണ്. പ്രത്യേകമായിട്ടും അഹശ്വേരോശ് രാജാവിനെ, അതോടൊപ്പം തന്നെ വസ്തി രാജ്ഞിയെ പറ്റി പറയുന്നതാണ് ഈ ഒരു ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ആ ചാപ്റ്ററിൽ പ്രത്യേകമായിട്ട് വസ്തി രാജ്ഞിയെ ഉപേക്ഷിച്ച് രാജസന്നിധിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു ഇതിവൃത്താന്തമാണ്. ഇനി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എസ്തർ രാജ്ഞിയെ രാജസന്നിധിയിലേക്ക് രാജ്ഞിയായി അവരോഹിക്കുന്ന ഒരു പശ്ചാത്തലമാണ് 2-ാം അധ്യായത്തിലുള്ളത്. നിങ്ങൾ അതൊന്ന് മാർക്ക് ചെയ്തിടുന്നത് നല്ലതായിരിക്കും. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് ഹാമാൻസ് പ്ലാൻ ടു കിൽ ഓർ അനിഹിലേറ്റ് ദ ജൂയിഷ് പീപ്പിൾ. അതായത് യഹൂദന്മാരെ കൊല്ലുവാൻ വേണ്ടിയുള്ള ഹാമാന്റെ പദ്ധതിയാണ് 3-ാം അധ്യായം എന്ന് പറയുന്നത്. ഇനി 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് ഈ 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പ്രത്യേകമായിട്ട് പലവട്ടം സ്ട്രെസ് ചെയ്തൊരു കാര്യമാണ്, ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു എന്ന് പറയുന്നത് എംഫസൈസ് ചെയ്ത് പറയുന്ന ഒരു വാക്യമുണ്ട് അതിൽ. അത് എസ്തേറിന്റെ സ്ഥാനലബ്ധി എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള ആ സ്ഥാനക്കയറ്റം, അതായത് രാജ്ഞി എന്ന് പറയുന്ന പദത്തിലോട്ട് കൊണ്ടെത്തിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് മൊർദെഖായി എസ്തേറിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു അധ്യായമാണ്. ഇനി 5-ാം അധ്യായം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ നൊബിലിറ്റി ഓഫ് എസ്തേർ. അതായത് എസ്തേറിന്റെ സ്വഭാവ മഹാത്മ്യത്തെ പറ്റി കാണിക്കുന്ന ഒരു അധ്യായമാണ് 5-ാം അധ്യായം എന്ന് പറയുന്നത്. പ്രത്യേകമായിട്ട് രൂത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതാണ്. രൂത്തും ഉത്തമയായ ഒരു സ്ത്രീയായിരുന്നു. രൂത്തിന്റെ സ്വഭാവ മഹാത്മ്യം കൊണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു ദൈവത്തിന്റെ വരവിന്, കർത്താവായ യേശുമ്പരാന്റെ ഒരു വംശാവലിയിൽ ഒരു ഇടം പിടിക്കാനും ആ ഒരു സ്ത്രീയിലൂടെ അവിടെ ഇടവരുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാവുന്നതാണ് ഈ 2 വ്യക്തിത്വങ്ങളും ഉത്തമമായ സ്വഭാവ മഹാത്മ്യമുള്ള 2 വ്യക്തിത്വങ്ങളാണ്, സ്ത്രീജനങ്ങളാണ്. ഇനി 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എ ജൂ ഈസ് എക്സോൾട്ടഡ് ടു എ ഹയർ പൊസിഷൻ. എ ജൂ ഈസ് എക്സോൾട്ടഡ് ടു ഹയർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു യഹൂദൻ ഒരു സ്ഥാനക്കയറ്റം ലഭിക്കുന്നതെന്ന് പറയുന്നു. ആരാണ് യഹൂദൻ എന്ന് ആർക്കെങ്കിലും പറയാമോ? ആരാണ് ആ യഹൂദൻ? ആർക്കെങ്കിലും പറയാമോ? മൊർദെഖായി. മൊർദെഖായി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു സ്ഥാനക്കയറ്റം ലഭിക്കുകയാണ്. പ്രത്യേകിച്ച് ഹാമാൻ എന്ന് പറയുന്ന വ്യക്തിക്കുണ്ടായ അഹങ്കാരം കൊണ്ട് മൊർദെഖായിയെ കൊല്ലുവാൻ വേണ്ടി ഒരുക്കിയിരുന്ന ഒരു കഴുമരത്തിൽ തന്റെ ജീവൻ ഒടുക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പടിവാതിക്കലിരുന്ന ഒരു യഹൂദൻ ഉന്നത ശ്രേണിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു അനുഭവമാണ് 6-ാം അധ്യായത്തിലുള്ളത്. ഇനിയും 7-ാം അധ്യായത്തിൽ വരുമ്പോൾ എസ്തേർ രാജ്ഞിക്ക്
തന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള ഒരു വഴി തുറന്നു കിട്ടുകയാണ്. 7-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലാണ് പ്രത്യേകമായിട്ട് അത് പറയുന്നത്. രാജ്യത്തിന്റെ പകുതി വേണേലും കൊടുക്കാം എന്നുള്ള ഒരു വാഗ്ദാനം കൊടുത്തുകൊണ്ട് രാജാവ് തന്റെ എസ്തേർ രാജ്ഞിയുടെ ആവശ്യം എന്താണെന്ന് ആരായുന്ന ഒരു ഭാഗമാണ് അതിൽ. ഇനിയും 8-ാം അധ്യായത്തിലുള്ളത് പ്രത്യേകമായിട്ടും യഹൂദന്മാരെ കൊല്ലുന്നതിന് പകരം ദൈവത്തിന്റെ ഒരു പ്രൊവിഡൻസ് ആണ് അതിൽ വ്യക്തമാകുന്നത്. അതായത് യഹൂദന്മാരെ കൊല്ലുവാൻ വേണ്ടി വന്ന ജനത്തിനെതിരെ അവർ റെസിസ്റ്റ് ചെയ്ത് നിന്ന് അവരെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സന്ദർഭമാണ് 8-ാം അധ്യായത്തിലുള്ളത്. അത് 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ അത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇനി 9-ാം അധ്യായത്തിൽ വരുമ്പോൾ യഹൂദന്മാർക്ക് ഒരു പുതിയ ഉത്സവം ഉണ്ടാകുന്നതാണ്. ജ്യൂസ് ഡെവലപ്ഡ് എ ന്യൂ ഫീസ്റ്റ് നോൺ ആസ് പുരീം. അതായത് മുമ്പേ സൂചിപ്പിച്ചിരുന്നു, അതായത് അവർക്ക് യഹൂദന്മാർക്ക് അവരെ ഇല്ലായ്മ ചെയ്യാൻ വന്ന വ്യക്തികൾക്കെതിരെ നേടിയ വിജയത്തെ അവരാഘോഷിക്കുന്ന ഒരു ഉത്സവമായിട്ട് പുരീം എന്ന് പറയുന്ന ഉത്സവം മാറുകയാണ്. അത് പ്രത്യേകമായിട്ട് പ്രതിപാദിക്കുന്നത് 9-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലും 25-ാം വാക്യത്തിലും ഈ പുരീം എന്ന് പറയുന്ന ഒരു ഉത്സവത്തെ പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആൻഡ് ഫൈനലി chapter 10, we can see that Mordecai become the prime minister of Persian empire. അതായത് പേർഷ്യ സാമ്രാജ്യത്തിലെ ഒരു ഉന്നത ശ്രേണിയിലോട്ട് മൊർദെഖായി ഉയർത്തപ്പെടുന്നതായിട്ട് നമുക്ക് 10-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഷോർട്ടായിട്ട് ഞാൻ ഈ 10 അധ്യായങ്ങളുടെയും ഒരു ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ എസ്തേർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞു, ഇത് നടന്ന സാഹചര്യം പറഞ്ഞു, ഓതർഷിപ്പ് പറഞ്ഞു. പിന്നെ ഓവറോൾ നമ്മുടെ എസ്തേർ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഒരു കഥാ പശ്ചാത്തലവും ഒരു ടോട്ടൽ പ്ലോട്ടും ഇന്നത്തെ ദിവസം ഒന്ന് കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൽ പറയുന്ന 10 അധ്യായങ്ങളിലും 10 തരത്തിലുള്ള പശ്ചാത്തലങ്ങളായിരുന്നു പ്രത്യേകമായിട്ട് നിങ്ങൾ എക്സാമിന് വേണ്ടി വരും ദിവസങ്ങളിൽ ഈ എസ്തേറുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കവർ ചെയ്ത് ലഭിക്കുന്നതാണ്. പ്രത്യേകമായിട്ട് ഇത് വളരെ ഭംഗിയായിട്ട് അതിനെ പഠിച്ചുകൊണ്ട് നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, പ്രാർത്ഥനയോട് തന്നെ പ്രിപ്പയർ ചെയ്യുക. പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരു അവസരം തന്ന ദൈവത്തിനും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഷിനോ അച്ഛനും അതോടൊപ്പം തന്നെ ന്യൂസിലാൻഡ് റീജിയനിലുള്ള മർത്തമറിയം വനിതാ സമാജം അംഗങ്ങളോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.